നമസ്കാരം സാർ. നമസ്കാരം സാർ, നമുക്ക് ഈ നവീൻ ബാബു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട CPM ജില്ലാ ഘടകം ശരിക്കും ഈ കുടുംബത്തോട് കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്കൊപ്പമാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഈ ഉദയഭാനു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഒക്കെ സംസ്ഥാന ഘടകത്തിൽ ശരിക്കും ഇവർക്ക് വേണ്ടി വാദിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഘടകത്തിന്റെ അപ്രമാദത്തിനുള്ളിൽ ഇപ്പോൾ തുറന്ന് പോലും ഉദയഭാനു ഒന്നും സംസാരിക്കുന്നത് പോലും കാണാനില്ല. അല്ല, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു. നമ്മളതിൽ മാത്രമല്ല, നമ്മൾ തെറ്റിദ്ധരിച്ച വലിയ കുഴപ്പമില്ല, കുടുംബം തെറ്റിദ്ധരിച്ചു. അവിടെയാണ് പ്രശ്നം. തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇത് ആത്മഹത്യയാണ് എന്ന് പോലീസ് എങ്ങനെയാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചത്? IPCയിൽ ആത്മഹത്യയില്ല, അസ്വാഭാവിക മരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു രോഗമൊന്നും മരിച്ചതല്ല, അദ്ദേഹം അസ്വാഭാവിക മരണമാണ്. അസ്വാഭാവിക മരണത്തിൽ നമുക്ക് ആത്മഹത്യ വരാം, സൂയിസൈഡ് വരാം, അല്ലെങ്കിൽ കൊലപാതകം വരാം. കൊലപാതകം തന്നെ ബോധപൂർവം കൊല ചെയ്തതാവാം, ചിലപ്പോൾ ഒരു ആക്സിഡൻ്റൽ ഒരു സംഗതി കൊണ്ടാവാം. അപ്പോൾ IPC, ഞാൻ പഴയ IPCയാണ് പറയുന്നത്, ഞാൻ പുതിയ IPC പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പല സംഗതികളുണ്ട്. 302, 304, 308 അങ്ങനെ പലതുമുണ്ട്. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് പോലെ തന്നെ തെളിയിക്കാൻ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ആത്മഹത്യക്ക് പ്രേരണ എന്ന്. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അയാൾ അത്ര ദുർബലനായിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നവീൻ ബാബു ദുർബലനായ ഒരു മനുഷ്യനല്ല, ഒരിക്കലും അല്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇപ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും എല്ലാവരും പറയുന്നത് വളരെ ഉറച്ച മനസ്സുള്ള, കൃത്യമായ നിലപാടുള്ള, സത്യസന്ധനായ, ഒരഴിമതിക്കും കീഴ്വഴങ്ങാത്ത ഒരാളാണ് എന്നാണ്. അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ കയറി ആത്മഹത്യ ചെയ്യുന്ന ആളാണ് എന്ന് തെളിയിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് ആദ്യം മുതൽ സംശയിച്ചിരുന്ന പലരുമുണ്ട്, ഞാനടക്കം. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നത്? ട്രെയിനിൽ കയറിയോ? കയറിയിട്ട് ഇറങ്ങിപ്പോന്നു? ആരുടെ ഫോൺ വന്നിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നത്? എന്താണ് ഇയാൾക്ക് വന്ന മെസ്സേജ്? തുടങ്ങി നിരവധി കാര്യങ്ങൾ. പിറ്റേ ദിവസം മരണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇയാളുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ള ആളാണ്, രാവിലെ വന്ന് നിന്നിട്ട് അയാൾ വിളിക്കാൻ വന്നിട്ട് അയാൾ അകത്ത് കയറുന്നില്ല. ഏറ്റവും അടുപ്പമുള്ളൊരു ഡ്രൈവറാണ്, ഡ്രൈവറും ഗൺമാനുമാണ് ഏറ്റവും അടുപ്പമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇയാൾ അകത്ത് കയറുന്നില്ല. അരമണിക്കൂർ ഇയാൾ ചുറ്റിക്കളിക്കുക. എന്നിട്ട് ഗൺമാനെയോ വേറെ ആരെയൊക്കെയോ കോട്ടേഴ്സിൽ നിന്ന് വിളിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാൾ അകത്ത് എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞു ഇയാൾ വന്നിട്ട് എന്ന് പറഞ്ഞാൽ, ഇയാളിപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എൻ്റെ വീട് തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് വീട് തുറന്നു കിടക്കുന്നു. ലോകത്തിൽ ആരെങ്കിലും തുറന്ന് ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല, ചെയ്യില്ല. വീടൊന്നും ലക്ക് ചെയ്യും. രണ്ടാമത്തെ വിഷയം, ഇയാൾ എന്തുകൊണ്ട് അവിടെ അകത്ത് കയറിയില്ല. മൂന്നാമത്തെ വിഷയം, ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ കുടുംബത്തിനോട് രാവിലെ 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണ്ടെന്ന് പറയുമായിരുന്നു. ഭാര്യയോട് സംസാരിക്കുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത്, അപ്പോൾ അവരെ വിഷമിപ്പിക്കണ്ട, പക്ഷെ രാവിലെ കാത്തു നിൽക്കണ്ട, ഞാൻ പിന്നെ ഒരു ട്രെയിൻ വന്നോളാം, എനിക്ക് ഇത്തിരി പണിയുണ്ട് എന്നൊരു RDO പറഞ്ഞാൽ ആരും അത് അത്തരത്തിലൊന്ന് മാറ്റി പറയും. നിങ്ങൾ കാരണം രാവിലെ 4 മണിക്ക് ഇയാളും ഇയാളുടെ 2 പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ദ്രോഹകരമായ ഒരു കാര്യമില്ല. ഞാനാണെങ്കിൽ ചെയ്യില്ല, നിങ്ങളാണെങ്കിൽ ചെയ്യില്ല, ആരാണെങ്കിൽ ചെയ്യില്ല. ചുരുങ്ങിയത് അവരോട് പറയും, ഞാൻ അങ്ങോട്ട് വന്നോളാം, ഞാൻ ട്രെയിൻ തീരുമാനിച്ചിട്ടില്ല, ഈ ട്രെയിനിൽ ഞാൻ വരുന്നില്ല, അത്രയും പറഞ്ഞാൽ അവർ വീട്ടിൽ പോയി കിടന്നുറങ്ങുമല്ലോ. ഒരിക്കലും 4 മണിക്ക് അവർ വരില്ലല്ലോ. അതുപോലെ നിരവധി കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതുപോലെ ഇപ്പോൾ ഇന്ന് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഒന്ന്, ഈ ദിവ്യയുടെ ഭർത്താവ് അവിടെ ജോലി ചെയ്യുന്നത്, പ്രശാന്ത് എന്ന് പറയുന്ന ആൾ അവിടെ ജോലി ചെയ്യുന്നത്. പ്രശാന്ത് ഇതിൽ എവിടെയൊക്കെയോ ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രശാന്ത് ഇവർ ജോലി ചെയ്യുന്ന പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഈ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് എന്ന് പറയുമ്പോഴും, നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ കോഴിക്കോട് മെഡിക്കൽ കോളേജോ പോലെ അല്ല പരിയാരം മെഡിക്കൽ കോളേജ്. അവിടെയുള്ള സ്റ്റാഫുകളിൽ 90-99% നിയമിച്ചിട്ടുള്ളത് പാർട്ടിയാണ്. അന്നുണ്ടായിരുന്ന പാർട്ടി ഭരിച്ചിരുന്ന ഉള്ള കോളേജിലെ സ്റ്റാഫാണ് അവിടെ ഉള്ളത്. ഈ ഡോക്ടർമാരെ പലരെയും പാർട്ടിയെ നിയമിച്ചിട്ടില്ല, പുതിയ ആളിലൊന്നും വന്നിട്ടില്ല അധികം. മറ്റ് സ്റ്റാഫ്, ലാബായാലും PRO മുതലെല്ലാം ഇവർ നിയമിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാന പ്രശ്നം ഇത്രയും സ്റ്റാഫിനെ ഉൾക്കൊള്ളാൻ സ്റ്റാഫ് പാറ്റേൺ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും സ്റ്റാഫ് പാറ്റേൺ അംഗീകരിച്ചിട്ടില്ല അവിടെ.
അതുകൊണ്ട് സർക്കാർ നിയമനങ്ങൾ വേണ്ടത്ര നടക്കുന്നില്ല, മറ്റു ഡോക്ടർമാരെ വെച്ചാൽ ചെയ്യണേ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് 100% സ്വാധീനമുള്ള, കണ്ണൂരിലെ പാർട്ടിക്ക് സ്വാധീനമുള്ള MP ജയരാജൻ എന്ന ജില്ലാ സെക്രട്ടറി 10-15 കൊല്ലം അതിൻ്റെ ഡയറക്ടറായിരുന്നു പരിയാരത്ത്. അപ്പോൾ അങ്ങനെ സ്വാശ്രയ കോളേജായി നടത്തി ഒരു ദിവസം അങ്ങ് ആവുകയാണ്, ഗവൺമെൻറ് കോളേജ് ആവുകയാണ് അവിടെയുള്ള സ്റ്റാഫ്. അതുകൊണ്ട് തന്നെ അവിടെ നടത്തരുത് എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരനും മറ്റു പലരും വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും അവിടെ നടത്തി. എന്നിട്ട് ബോഡിയോടുകൂടി ഏതാണ്ട് രാഷ്ട്രീയ നേതാവിൻ്റെ ബോഡി കൊണ്ടുവരുന്നത് പോലെ ജയരാജൻ ഈ ഇതിൽ തിയേറ്ററിൽ കയറിയോന്നും എനിക്കറിയില്ല, മറ്റേ ഫോറൻസിക് ലാബിൽ കയറിയോന്നറിയില്ല, അദ്ദേഹം ഇവരെയും കൊണ്ട് ഇവിടെ വരുന്നു. ഇവിടെയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പത്തനംതിട്ട പാർട്ടിയുടെ നമ്മൾ വളരെ വളരെ തെറ്റിദ്ധരിച്ചു പോയി. സത്യത്തിൽ പത്തനംതിട്ട പാർട്ടി ഒടുത്ത നിലപാടെടുക്കും, ഉറച്ച നിലപാടാണ്, കുടുംബത്തിൻ്റെ കൂടെയാണ്. ആ നിലപാടെടുക്കും. ആ നിലപാടെടുത്താൽ ഇതിൽ തെറ്റുകാരാരായാലും ശിക്ഷിക്കപ്പെടും, ദിവ്യ ശിക്ഷിക്കപ്പെടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വാചകടിച്ചു. മലയോലപ്പുഴ മോഹൻ എന്ന് പറയുന്ന ഒരു CID നേതാവാണ് നിറഞ്ഞു നിന്നത്. അതെന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതൊരു സേഫ്റ്റി വാൽവായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ കൂടുന്നത്. വന്നത് ഈ മറ്റേ പത്തനംതിട്ട പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ പാർട്ടിയേക്കാൾ കള്ളന്മാരെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ കണ്ണൂർ പാർട്ടിക്കാർ അവർ പിന്നെയും ദിവ്യയുടെ കൂടെ നിന്നു. ദിവ്യ സ്വീകരിക്കാൻ വേണ്ടി MP ഗോവിന്ദൻ്റെ ഭാര്യ പോയി, നേതാക്കന്മാർ പോയി. DYFI ഇപ്പോഴും ദിവ്യ സത്യസന്ധയായ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു ഇതുവരെ തിരുത്തിയില്ല. അപ്പോൾ അവർ സത്യസന്ധയായ ഉദ്യോഗസ്ഥയാണെങ്കിൽ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ നവീൻ ബാബു കള്ളനാണ്, നവീൻ ബാബു അഴിമതിക്കാരനാണല്ലോ, അല്ലെങ്കിൽ ദിവ്യ സത്യസന്ധയാവില്ലോ, ഏതെങ്കിലും ഒന്നല്ലേ സാധ്യമുള്ളൂ. അപ്പം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നും ദിവ്യ സത്യസന്ധയാണ് എന്നുമുള്ള നിലപാട് തന്നെ പറയാതെ പറയുകയായിരുന്നു പത്തനംതിട്ടക്കാർ. എന്താ കാര്യം? ഇതിലെല്ലാ തെളിവും നശിപ്പിക്കുന്ന ആദ്യത്തെ 24 മണിക്കൂറാണ് ഒരു കൊലക്കേസിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും മറ്റ് സംഗതികളും ഫോൺ കോളുകളും ഒക്കെ വരുന്നത്. അത് മുഴുവൻ അവർ കവർന്നെടുത്തു. ആ 48 മണിക്കൂർ ഒന്നും ചെയ്യാൻ കഴിയാതെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇരിക്കേണ്ടി വരും. ഒന്നാമത് അവരുടെ മാനസികമായി നമുക്ക് മനസ്സിലാവും, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ. ആ തളർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു വന്ന പത്തനംതിട്ട പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിച്ചത്. അവർ മറ്റൊരുമായി കൊലൂഷനിലായി, ഗൂഢാലോചനയിലായി. ഈ ബ്രോക്കർമാർ കളിക്കുന്ന ഒരു കളിയുണ്ട്, കാളച്ചന്തയിൽ. 2 ബ്രോക്കർമാർ തമ്മിൽ അടിയുണ്ടാക്കും. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ എന്തോ വലിയ വഴക്കാണ്. പക്ഷേ നമ്മളെ പറ്റിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലാഭം രണ്ടുപേരും വിധിച്ചെടുക്കും. ഭൂമി കച്ചവടക്കാരുടെ ഉണ്ടാക്കണം. ഒരു ഭൂമി കച്ചവടക്കാരൻ, ഒരു വ്യാപാരി വന്നിട്ട് പറയും ഇതിന് ഇത്ര വേണം, മറ്റേ ഇത് ഇത്ര തരാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ അവസാനം നമ്മുടെ ഇന്ന് കാശ് മേടിച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളും ഒന്നാവും, നമ്മളറിയില്ല. അതുപോലെയുള്ള ഒരു അണ്ടർഹാൻഡ് ഡീലിംഗ് ആണ് പത്തനംതിട്ട പാർട്ടിയും കണ്ണൂരിലെ പാർട്ടിയും നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് പാർട്ടി സെക്രട്ടറിയാണ്. കാരണം 2 ജില്ലകളെയും കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ പാർട്ടി സ്റ്റേറ്റ് നേതൃത്വം അറിയാതെ പറ്റില്ല. എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദൻ മാഷ് അറിയാതെ ഈ കള്ളക്കളി നടക്കില്ല. പിന്നെയൊക്കെ നാടകമായി, ബാക്കിയെല്ലാം നാടകമായി. അവരുടെ കാര്യം കഴിഞ്ഞു. ഈ ശവശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭൗതിക ശരീരം ഇല്ലാതായതോടുകൂടി 90% തെളിവുകൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.